ചുമ്മാ IFFK മികച്ച മലയാള ചിത്രം എന്ന് പറഞ്ഞൊരു പുരസ്കാരം കിട്ടിയത് മികച്ച രീതിയിൽ എന്താ പറയുക ഒരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. നല്ല സിനിമയാണ്, എൻജോയ് ചെയ്യാം. സിനിമയെ പ്രേമിക്കുന്ന എല്ലാവർക്കും അതൊരു കറക്റ്റ് ഫിലിം ആയിരിക്കും. താങ്ക്സ്. എനിക്ക് 2024 ഈ സിനിമ ആദ്യമായിട്ട് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു മികച്ചൊരു സിനിമ 2024 തുടങ്ങിയതൊരു നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ചുമ്മാ IFFK മികച്ച മലയാള ചിത്രം എന്ന് പറഞ്ഞൊരു പുരസ്കാരം കിട്ടിയത് മികച്ച രീതിയിൽ എന്താ പറയുക പെർഫോമൻസ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും 2 മണിക്കൂർ 20 മിനിറ്റ് നല്ല എൻഗേജിങ് ആണ്. പക്ഷേ ഒരു ഇമോഷനും കൂടെയാണ്. ഭയങ്കര ഒരു നമ്മുടെ എന്താ പറയുക പ്രേക്ഷകർക്ക് സിനിമ കണ്ടു കഴിഞ്ഞാലും മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. മികച്ചൊരു സംവിധാനവും ഈ എന്താ പറയുക പെട്ടെന്ന് വാക്കുകൾ കിട്ടില്ല എന്താണ് പറയേണ്ടത്. ഒരു ഭയങ്കര ഒരു മൂല്യമുള്ളൊരു സിനിമയാണ്. അത്രയും മികച്ച രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക ക്ലാപ്സ് അടിക്കാൻ തോന്നുന്നു സിനിമ കണ്ടു കഴിയുമ്പോൾ. അയ്യോ സത്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു ആണായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഇതിലെ ഒരു നമ്മുടെ സമൂഹത്തിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നാടക ട്രൂപ്പും അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു രാത്രി നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിന് ഇത്രയും എന്താ പറയുക ഇത്രയും മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്തതിനെ അതിന് നല്ലൊരു കൈയ്യടി കൊടുക്കണം. വരും ദിവസങ്ങളിൽ ഒരുപാട് സംസാരം വിഷയമാവാനുള്ള ഒരു എലമെൻ്റ് ഉള്ള ഒരു സിനിമയാണ്. ഡയറക്ടറായാലും അതിൽ അഭിനയിച്ച വിനയ് ഫോർട്ട്, ആക്ട്രസ്സൊക്കെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. മൊത്തം കുറേ തിയേറ്റർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ്. സിനിമ മൊത്തത്തിൽ ഒരു എന്താ പറയുക ഡയലോഗാണ്. അതായത് ഈ ഒരുപാട് പേര് ചേർന്നിട്ടുള്ള സംഭാഷണമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഭയങ്കര മൂല്യമുള്ളൊരു സിനിമയാണ്. കണ്ടു കഴിയുമ്പോഴേ നമുക്ക് ഒരു സിനിമയെടുത്തൊരു ഇഷ്ടം തോന്നും. ഇങ്ങനെ ഒരു കഥ പ്രസൻറ്റ് ചെയ്ത ആ ഒരു രീതിക്കൊക്കെ കൈയടിക്കാൻ തോന്നും. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഒരു ഇമോഷണലാണ്. കണ്ടു കഴിയുമ്പോൾ ഒരു ഇമോഷൻ വരും. നല്ല പടം. സോഷ്യലി റിലവൻ്റ് ആയ ഒരു മെസ്സേജ് ക്ലൈമാക്സിൽ കൺവേ ചെയ്യുന്നുണ്ട്. നല്ല ഒരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. നല്ല സിനിമയാണ്, എൻജോയ് ചെയ്യാം. ലേഡി ചെയ്ത ക്യാരക്ടറും വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറൊക്കെ നമുക്ക് നോട്ടീസബിൾ ആണ്. എല്ലാവരുടെയും, അത് വിനയ് ഫോർട്ടിൻ്റെ മാത്രമല്ല എല്ലാവരുടെ ക്യാരക്ടറും നോട്ടീസബിൾ ആണ്. നല്ല സിനിമയാണ്. ഒരു നല്ലൊരു മോട്ടിവേഷൻ ഫിലിമാണ്. കണ്ടുകൊണ്ടിരിക്കുക വാച്ചബിളാണ്. കൊള്ളാം ബ്രോ, കാണാൻ ബെറ്ററാണ്. നല്ലൊരു കണ്ടന്റ് ഉണ്ട്, നല്ല സ്റ്റോറി ഉണ്ട്, വാച്ചബിളാണ്. എല്ലാ പുതിയ ക്യാരക്ടേഴ്സാണ്, നല്ല പെർഫോമൻസാണ്. അവരെല്ലാവരെയും കാണാൻ നല്ല അടിപൊളിയാണ്. ഒരു ടീമുണ്ടത് അല്ല ഫാസ്റ്റ് സ്റ്റിൽ വാച്ച് എൻ്റെ വരെ കാണാം. നല്ല സിനിമയാണ്. അടിയൊന്നും ലാഗൊന്നുമില്ല. അത് സിനിമയെ പ്രേമിക്കുന്ന എല്ലാവർക്കും അതൊരു കറക്റ്റ് ഫിലിം ആയിരിക്കും. താങ്ക്സ്. ഇതിൽ സംഭാഷണങ്ങൾക്കാണ് പ്രാധാന്യം. ഇവർ എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നൊരു നാടക ട്രൂപ്പുണ്ട്, അരങ്ങെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ദിവസം നടക്കുന്ന സംഭവത്തിൽ അതിൻ്റെ ഒരു സത്യവും കള്ളവും എന്താണ് നടന്നെന്ന് വിശകലനം ചെയ്യുന്നതാണ് ഈ 2 മണിക്കൂർ 20 മിനിറ്റ്. അപ്പോൾ ഈ അരങ്ങെന്ന് പറയുന്ന നാടക ട്രൂപ്പ് നമ്മുടെ സമൂഹം തന്നെയാണ്, നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. അതിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ പ്രൈം ടൈം ചർച്ചയിൽ ഉൾപ്പെടെ എന്താണ് നടന്നത്, എന്താണ് അതിൻ്റെ സത്യം കള്ളം. പക്ഷേ ഇതിൽ ബാധിക്കപ്പെട്ട ഒരാളുണ്ട്, അതാണ് ഇതിലെ നായിക എന്ന് പറയുന്ന കഥാപാത്രം. അവർ കടന്നുപോയ ഒരു ഇമോഷണൽ ട്രോമ, പെയിന്, അതൊന്നും പലരും മനസ്സിലാക്കാതെ ഇരുന്ന് ചർച്ച പറയും. ഇപ്പോൾ അമ്മയെ തല്ലിയാലും 2 കൂട്ടരുണ്ടെന്ന് പറയും, 2 സൈഡുമായിട്ട്. പക്ഷേ ഇതിനെല്ലാം പിറകെ ആ കുട്ടിയുടെ കൂടെ ആര് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടി പോയ കുറേ ഇമോഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമ മൊത്തമായിട്ട് കണ്ടു കഴിയുമ്പം ഒരു സർക്കാസം മൂവി തന്നെയാണ്. കാരണം നമ്മുടെ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് അതിനെ കാണുന്നത്, എല്ലാവരും സ്വന്തം ജീവിതത്തിൽ ആ ഒരു സംഭവം നടക്കുമ്പോഴേ എപ്പോഴും അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ സർക്കാസവും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു നല്ല ഇൻറ്റൻസ് സബ്ജക്റ്റ് സിനിമ സംസാരിച്ചിട്ടുണ്ട്. മികച്ചൊരു സിനിമയാണ്. അതിപ്പോൾ എഴുത്തിലും പെർഫോമൻസിലും ആയാലും. അപ്പോൾ അതുമാത്രമല്ല, അത് കാണുന്ന പ്രേക്ഷകനെയും കൂടെ മുഖവിലേക്ക് എടുത്തിട്ട് നല്ലൊരു സിനിമ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിൽ വന്ന് കാണുക. സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സിനിമ എന്താ പറയുക നല്ലൊരു സിനിമ കണ്ട, ഒരു ശക്തിയേറിയ അല്ലെങ്കിൽ ഒരു ആഴമേറിയ ഒരു വിഷയം സംസാരിച്ച സിനിമ കണ്ടതിൻ്റെ ഫീൽ കിട്ടും. അതെ, എന്നെ സംബന്ധിച്ച് എനിക്ക് 2024 ഈ സിനിമ ആദ്യമായിട്ട് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം IFFK ഞാൻ ഈ പ്രാവശ്യം പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. പിന്നെ സാധാരണ IFFK വരുന്ന ചില സിനിമകൾ ചിലപ്പം ബാക്കിയുള്ള പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊക്കെ സബ്ജക്റ്റ്. ഇത് അങ്ങനെയൊന്നുമില്ല. ഈ സബ്ജക്റ്റ് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഈ സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്തുമാത്രം തീവ്രതയേറിയതും നമ്മുടെ സൊസൈറ്റിക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാവും. ഒരു വിഷയത്തിന് അതിൻ്റെ വശങ്ങളെ സംസാരിക്കുന്നതാണ്. പക്ഷേ ആ ഒരു വിഷയത്തിന് ഒരു കാതലായിട്ട് അതിലൊരു സ്ട്രോങ് എലമെൻ്റ് ഉണ്ട്. അത് അവർ നല്ല രീതിയിൽ 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട് സിനിമ. പക്ഷേ എനിക്ക് ഒരു സ്ഥലത്ത് പോലും ബോറടിച്ചിട്ടില്ല. അത് നല്ല രസമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാനം കുറച്ച് ഇമോഷനായിട്ടൊക്കെ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. നാടകമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ അങ്ങനെയാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ കൊള്ളാം, നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഈ സിനിമ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും കാണേണ്ടതാണ്. എൻ്റർടൈൻമെൻറ്റിനപ്പുറം സിനിമയ്ക്കൊരു വാല്യൂ ഉണ്ടല്ലോ. ആ ഒരു വാല്യൂ, അതായത് കലാമൂല്യം ഉള്ള ഒരു സിനിമയാണ്. ആഴമേറിയൊരു വിഷയമാണ് സംസാരിച്ചിരുന്നത്. അത് മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ആട്ടം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ സമൂഹത്തിൽ എന്താ പറയുക ആടി തീർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യജന്മങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു സിനിമയിൽ സംസാരിക്കുന്ന വിഷയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു സെക്ഷൽ ഹാരാസ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് ദിവസം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏത് മേഖലയിലും അത് സംഭവിക്കാം. ഇത് ഒരു നാടക ട്രൂപ്പിൻ്റെ അകത്ത് സംഭവിക്കുന്നു. അതിൻ്റെ എന്താണ് സത്യം? ഈ മനുഷ്യന്മാർ ഇതിൽ പറയുന്നുണ്ട്, ഈ ചില സമയം നമ്മൾ സ്വാർത്ഥ ചിന്താഗതിക്കാരാവും. നമ്മുടെ ചില സ്വാർത്ഥ ചിന്താഗതി കൊണ്ടിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എല്ലാ വശങ്ങളെയും സിനിമ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റും ഡയറക്ഷനുമാണ്. പെർഫോമൻസ് ആയാലും എല്ലാവരും നല്ല ഭംഗിയായിട്ട് അവർ ആ ഒരു എന്താ പറയുക, നമുക്ക് പേരറിഞ്ഞൂടെങ്കിൽ കൂടിയും ആ ഒരു കഥാപാത്രമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ഗുഡ് സിനിമ, മികച്ചൊരു സിനിമ കണ്ട ഒരു ഫീൽ കിട്ടും.